അപ്പൊ ഇന്ന് നമ്മള് ഇന്നലെ പഠിച്ചതിന്റെ ബാക്കിയാണ്. ചുട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം കൂടുതൽ വേണം, കാരണം ഞാനാണ് വിറക് കൊണ്ടുവന്നത്. അപ്പോ എന്റെ കമന്റ് ബോക്സിൽ 2-3 പ്രാവശ്യമായിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഒരു വലിയ സെന്റൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഴുതുന്നതെന്നൊന്ന് പറയുമോ എന്ന്. അവർക്കും കൂടെ പ്രയോജനപ്പെടുന്നതാണ് ഈ ക്ലാസ്സുകൾ. അപ്പോ ഇതിപ്പോ ആദ്യം കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുന്നവർക്കാണെങ്കിൽ ഒന്നും തിരിയില്ല. നമ്മുടെ പാട്ട് 1 ഉണ്ട് എഴുതുന്നത്. അപ്പൊ നിങ്ങളത് നോക്കുക, പഠിക്കുക. ചുട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു എനിക്ക് ഒരെണ്ണം കൂടുതൽ വേണം, കാരണം ഞാനാണ് വിറക് കൊണ്ടുവന്നത്. ഇതൊരു വലിയ സെന്റൻസ് ആണ്. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? ചുട്ടുകൊണ്ടിരുന്നപ്പോൾ ഇത് വന്നപ്പോ പലരും വെൻ മനസ്സിൽ വന്നു, അല്ലെ? ഇതിവിടെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈലിന്റെയും വെന്നിന്റെയും ഉപയോഗം ഞാൻ നിങ്ങൾക്ക് കൃത്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോൾ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് പഠിക്കുക. വെന്ന് വൈല് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ ചുട്ടുകൊണ്ടിരിക്കുക എന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ചുട്ടുകൊണ്ടിരുന്നപ്പോൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുട്ടുകൊണ്ടിരുന്നപ്പോൾ എന്ത്? ചുട്ടുക, ബേക്ക്. ബേക്ക് എന്ന് എഴുതിയാൽ പോരല്ലോ, ചുട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ബേക്കിംഗ് അപ്പം. ഇവിടെ അപ്പം എന്നില്ല. അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു. അപ്പൂപ്പൻ ആരാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രാൻഡ് ഫാദർ. സേ ആണോ? സേ അല്ല, പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് സെഡ്. എന്താണ് അപ്പൂപ്പൻ പറഞ്ഞത്? എനിക്ക് ഒരെണ്ണം കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി എങ്ങനെ എഴുതുക? അപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും എനിക്ക് എന്ന് പറയാനും ഐ ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പല ക്ലാസ്സുകളിലായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കാണ് ഇവിടെ സബ്ജക്റ്റ്, ഐ. പിന്നെ ഞാൻ ഇന്നലെ എന്ത് പറഞ്ഞു? ഇതിന്റെ അവസാനം നോക്കണം, വേണം. ഒരെണ്ണം കൂടുതൽ വേണം. വേണം എന്നാണ് വേണ്ടത്. അപ്പൊ ഐ നീഡ്. ഇനി എന്താണ്? ഒരെണ്ണം കൂടുതൽ, വൺ മോർ. നമുക്കറിയാം ഒരെണ്ണം കൂടുതൽ. എന്താണ് ഒരെണ്ണം? വൺ മോർ അപ്പം. അപ്പൊ ഒരെണ്ണം കൂടുതൽ. അപ്പൊ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, അപ്പം ഒരെണ്ണം കൂടുതൽ വേണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ കാരണം, അതിന്റെ കാരണം എന്താണ്? ബിക്കോസ്. കാരണം എന്താണ്? ബിക്കോസ്. എന്താണ് കാരണം? ഞാനാണ് വിറക് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെ എഴുതും? എങ്ങനെയാണ് എഴുതുന്നത്? ഞാൻ എന്നുള്ളത് ഐ എഴുതും. വിറക് എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു, ഫയർവുഡ് എന്ന് എഴുതും. കൊണ്ടുവന്നത് ബൈയുടെ അല്ല, ബൈ, ബ്രിങ്. ബൈ എന്ന് മാറിപ്പോയില്ല. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക, ബ്രിങ് ആണ് കൊണ്ടുവരിക. അപ്പൊ ബ്രോട്ട്, BROUGHT, കൊണ്ടുവന്നു. അപ്പൊ ഇതെങ്ങനെ എഴുതും നിങ്ങൾ ഇനി? ബിക്കോസ് ഐ. ഇവിടെ നമുക്ക് അവസാന ഭാഗം കൊണ്ടുവരണമല്ലോ, സബ്ജക്റ്റ് കഴിഞ്ഞ വഴി. കൊണ്ടുവന്നു. ഐ ബ്രോട്ട്. എന്ത് കൊണ്ടുവന്നു? ദ ഫയർവുഡ്. എന്താണ് നമ്മൾ എഴുതിയതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വൈൽ ബേക്കിംഗ് അപ്പം ഗ്രാൻഡ് ഫാദർ സെഡ് ഐ നീഡ് വൺ മോർ അപ്പം ബിക്കോസ് ഐ ബ്രോട്ട് ദ ഫയർവുഡ്. ഞാനാണ് ഫയർവുഡ് കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ സബ്ജക്റ്റ് എഴുതി, ഈ അവസാന ഭാഗത്തെ സബ്ജക്റ്റ് കഴിഞ്ഞപ്പോഴേ കൊണ്ടുവന്നു. ഇവിടെയും അതേ സബ്ജക്റ്റ് എഴുതി, ഈ അവസാന ഭാഗത്തെ സബ്ജക്റ്റ് കഴിഞ്ഞപ്പോഴേ കൊണ്ടുവന്നു. അപ്പൊ ഇതിന്റെ ബാക്കി ഒരു സെന്റൻസും കൂടെ ഞാൻ എഴുതാം. ഇതൊന്ന് ഞാൻ മായ്ക്കട്ടെ. അതിന്റെ ബാക്കിയാണ്. അമ്മൂമ്മ പറഞ്ഞു എനിക്കാണ് ഒന്ന് കൂടുതൽ. രണ്ടുപേരും വഴക്കായി. ഇത് കണ്ടുകൊണ്ട് മരത്തിന്റെ പൊക്കത്ത് ഒരു കാക്ക ഇരിപ്പുണ്ടായിരുന്നു. അമ്മൂമ്മ പറഞ്ഞു. എങ്ങനെ നമുക്ക് എഴുതണം? ഗ്രാൻഡ്മ സെഡ്. ഗ്രാമ എന്തെന്നാണ് പറഞ്ഞത്? എനിക്കാണ് ഒന്ന് കൂടുതൽ. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതും? പൊതുവെ എഴുതും ഐ നീഡ് വൺ മോർ അപ്പം. അങ്ങനെയല്ല പറയേണ്ടത്. എന്തെന്നാണ്? ഒരപ്പം കൂടുതൽ എനിക്കാണ്, എനിക്ക് വേണം, എനിക്കാണ് ഒന്ന് കൂടുതൽ. അപ്പൊ ഫോർ മീ വൺ മോർ അപ്പം, ഫോർ മീ, എനിക്കാണ് ഒന്നിൽ കൂടുതൽ അപ്പം വേണ്ടത്. ഇങ്ങനെ എഴുതി. സെഡ്. എന്റെ റബ്ബൊന്ന് എടുത്തോട്ടെ. ഓക്കെ. വൺ മോർ അപ്പം എനിക്ക് വേണ്ടിയുള്ളതാണ്. ഫോർ മീ, എനിക്കാണ്. രണ്ടുപേരും വഴക്കായി. രണ്ടുപേരും ബോത്ത് ഓഫ് ദം. ഇതൊക്കെ ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നതാണ്. ഈ ബോത്ത് ഓഫ് ദമ്മിന്റെ ഒക്കെ ഉപയോഗം. ബോത്ത് ഓഫ് ദം വഴക്ക് തുടങ്ങി.
ഗോട്ട് ഇൻറ്റു ഫൈറ്റ്, വഴക്ക് കൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ സെന്റൻസ് നിങ്ങൾക്കറിയാം. ഇനി ഇത് കണ്ടുകൊണ്ട് മരത്തിന്റെ പൊക്കത്ത് ഒരു കാക്ക ഇരിപ്പുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് സീയിങ് ദിസ് എന്താണ്? മരത്തിന്റെ പൊക്കത്ത് ആരാണിരുന്നത്? എ ക്രോ. ഇരിപ്പുണ്ട് ആയിരുന്നു. ക്രോ വാസ് സിറ്റിംഗ്. വാസ് ഉപയോഗിച്ചു, ing ഉപയോഗിച്ചു. ക്രോ വാസ് സിറ്റിംഗ്. ക്രോ വാസ് സിറ്റിംഗ്. എവിടെയാണ് ഇരുന്നത്? മരത്തിന്റെ പൊക്കത്ത്. എ ക്രോ വാസ് സിറ്റിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ. എന്തിനാണ് നമ്മളിവിടെ ഓഫ് ഉപയോഗിച്ചത്? മരത്തിന്റെ പൊക്കത്ത്. മരത്തിന്റെ ടോപ്പ് ഓഫ് ദ ട്രീ. മരത്തിന്റെ ഓഫ് എന്ന് പറയുന്നത് മരത്തിന്റെ മരം അല്ലെങ്കിൽ യുടെ ആ ഒരു സെന്റൻസ് വരുമ്പോൾ യുടെ. മരത്തിന്റെ പൊക്കത്ത്. ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ. മരത്തിന്റെ പൊക്കത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്? Grandma said that one more apple for me. Both of them got into fight. Seeing this, a crow was sitting on the top of the tree. Of ടോപ്പിന്റെ, മരത്തിന്റെ എന്ന് പറയാനാണ് നമ്മൾ ഓഫ് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിന്റെ ബാക്കി ഞാൻ പറഞ്ഞ പോലെ എന്താണ്? തക്കം പാർത്തിരുന്ന കാക്ക അപ്പം കൊത്തിക്കൊണ്ടുപോയി എന്നാണ് കൊച്ചുകുട്ടികളൊക്കെ പറയുന്നൊരു കഥയാണ്. അപ്പൊ എന്താണ്? തക്കം പാർത്തിരുന്ന കാക്ക അപ്പം കൊണ്ടുപോയി എന്ന് നിങ്ങൾ നമ്മുടെ സെന്റൻസിൽ എഴുതുക. അപ്പോ ഈ കഥ എഴുതി പഠിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൽ നമ്മൾ കൂടുതലും ഉപയോഗിച്ചതെല്ലാം തന്നെ എന്താണ്? വേർബുകളെല്ലാം തന്നെ V2 ഫോമിലാണ് നമ്മൾ ഉപയോഗിച്ചു പോണത്. അപ്പൊ ഇതേപോലെ നമ്മുടെ കഥ പാർട്ട് 2 ഇത് അവസാനിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാൻ ഇതേപോലെ എഴുതി കാണിക്കാം. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ സമയം നീണ്ടു പോകും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കേണ്ട. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കാനും നിങ്ങൾ മറക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം.